ഭദ്രനന്ദനം ഭാഗം 1. ഡി ശിവേ, മനക്കിലെ കിച്ചേട്ടൻ ഏതോ മദാമ കൊച്ചുമായി ലോഹിത്തിലാണെന്ന് പറയുന്നു കേട്ടു. പെണ്ണെ സത്യാണോടി? അതുവരെ കിലുക്കാമ്പെട്ടി പോലെ സംസാരിച്ചിരുന്ന ശിവഭദ്ര പെട്ടെന്ന് നിശബ്ദയായി. അമ്മയാ പറഞ്ഞത്. ഇന്നലെ കുടുംബശ്രീ കൂടിയപ്പോൾ അവിടുന്ന് കിട്ടിയതാ. നേരാണോടിയേ? എനിക്കറിയില്ല കല്യാണി, ഞാൻ ആ വക കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. ശിവഭദ്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. മൂക്കിൻ തുമ്പ് വല്ലാണ്ട് ചുവന്നു. അതരം തെല്ലു വിറകൊണ്ടു. കല്യാണി കാണാതെ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ തട്ടത്തലപ്പ് കൊണ്ട് അവൾ കണ്ണു തുടച്ചു. അല്ലേലും പഠിക്കാനെന്നും ജോലിക്കെന്നും ഒക്കെ പറഞ്ഞ് വലിയ വീട്ടിലെ കുട്ടികളൊക്കെ പോകുന്നത് ഇതിനൊക്കെ തന്നെയാ. മൂത്തവർ പറയുന്നത് അക്ഷരം പ്രതി ശരി തന്നെയാണ് കേട്ടോ. 20 വയസ്സ് മാത്രം പ്രായമുള്ള കല്യാണി 19 വയസ്സ് പിന്നിട്ട മുത്തശ്ശിയെപ്പോലെ പറഞ്ഞു, ഞാൻ പോവാം. ലക്ഷ്മിയും എന്നെ തിരക്കുന്നുണ്ടാവും. നേരം കുറിച്ചായില്ലോ. ഇനിയൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്തതുപോലെ ശിവഭദ്ര മനക്കിലേക്ക് ഓടി. എൻ്റെ കൃഷ്ണ, എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? കിച്ചേട്ടൻ ഏതോ കൊച്ചുമായി ലോഹിത്തിലത്രേ. സത്യമാണോ കണ്ണ? അതോ? അവൾക്ക് ചങ്ക് പൊട്ടി. എന്തൊക്കെയായിരുന്നു വർത്താനം? ഭദ്രേ, നിന്നെ എനിക്കിഷ്ടമാണ്. നീ എൻ്റെ പെണ്ണാണ്. നീയില്ലാതെ എനിക്ക് പറ്റില്ല. ഓരോ നിമിഷവും തള്ളി നീക്കാൻ പാടുപെടുന്നു. അടുത്ത തവണ ഞാൻ വരുമ്പോൾ നിന്നെ താലി കെട്ടും. ഇതൊക്കെ എൻ്റെ കിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ട് പോയത് വെറും പൊയ്വാക്കായിരുന്നോ? അതോ ഇനിയിപ്പോൾ കുടുംബശ്രീ പെണ്ണുങ്ങളെങ്ങാനും കള്ളം പറഞ്ഞതായിരിക്കുമോ? പറയാൻ പറ്റില്ല. കുടുംബശ്രീ പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. മൊത്തം നുണച്ചുകളാ. ആകെ കൂടി കൊള്ളാവുന്നത് പടിയത്തെ സരസ്വതി മാത്രമാ. അവരോട് പോയി ചോദിക്കാനും പറ്റില്ല. വല്ലാത്ത കഷ്ടം തന്നെ. പണ്ടെങ്ങാണ്ടോ ആ രാധ ടീച്ചറെപ്പറ്റി എന്തൊക്കെയാ പെണ്ണുങ്ങളെല്ലാം കൂടി പറഞ്ഞു പരത്തിയത്. ഒടുക്കുന്നിട്ട് എന്താ ഉണ്ടായേ? ഒരു അവിഹിതവുമില്ല, മണ്ണാങ്കട്ടയുമില്ല. അവരിപ്പോൾ തറവാട്ടി പറഞ്ഞൊരു മാഷിനെയും കിട്ടി സുഖമായി ജീവിക്കുന്നു. കഴിഞ്ഞ തവണ വന്നിറങ്ങിയത് കാണണം. അവരുടെ അത്തറിൻ്റെ മണം ഇന്നും തൻ്റെ മൂക്കിൻ തുമ്പിലുണ്ട്. പട്ടണത്തിൽ പോയി ജോലി ചെയ്യുന്നതിൻ്റെ കുശും വരുന്നു അവറ്റവൾക്ക്. ഇതും അതുപോലെ തന്നെ ആവില്ല എൻ്റെ കണ്ണ. അവറ്റകൾ നുണ പറയുന്നതല്ലേ? എൻ്റെ കിച്ചേട്ടൻ അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്യുന്നതിൻ്റെ കുശുമ്പ്. അല്ലാണ്ടിപ്പം ഞാൻ എന്താ പറയുക? ഒന്നുകൂടെ പെണ്ണ് ആലോചിച്ച് നോക്കി. ഞാനങ്ങനെ വിശ്വസിച്ചോട്ടെ എൻ്റെ കൃഷ്ണ? എന്നെ പറ്റിക്കാൻ തോന്നിക്കല്ലേ. സഹിക്കാൻ വയ്യ, അതുകൊണ്ടാ. ശിവഭദ്ര വിളക്കിൽ തിരി തെളിയിച്ചു. എന്താ ശിവ ഈ നേരത്തൊരു പരിഭവം പറച്ചിൽ? നേരം കുറിച്ചായില്ലോ. പതിവിലും നേരത്തെ വിളക്ക് തെളിച്ചത് കണ്ടാവും ലക്ഷ്മിയമ്മയുടെ ആ ചോദ്യം. ഒന്നുമില്ല ലക്ഷ്മിയമ്മേ, ഈ കള്ളക്കണ്ണന് പല നേരത്ത് പല സ്വഭാവമാ. അതേപ്പറ്റി ചോദിച്ചെന്നേ ഉള്ള ആളോട്. മിണ്ടാനും പറയാനും ഈ പാവം ഞാനല്ലേ ഉള്ളൂ. അവൾ വിളക്കും കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. കൃഷ്ണപുരത്തെ പേരുകേട്ട തറവാടാണ് മനക്കൽ കുടുംബം. അവിടുത്തെ അടുക്കളക്കരിയാണ് ശിവഭദ്ര. അടുക്കളക്കരിയാണെങ്കിലും അവിടെ ഉള്ളവർക്ക് മനക്കലെ സ്വന്തം കുട്ടിയെപ്പോലെയാണവൾ. അതിനൊരു കാരണവുമുണ്ട്. മനക്കലെ അകന്ന ബന്ധത്തിലെ കുട്ടി കൂടിയാണിവൾ. അവളെ പ്രസവത്തിൽ അമ്മ മരിച്ചു. 10ാം പിറന്നാളിന് അച്ഛനും പോയി. പിന്നീട് മുത്തശ്ശിയുടെ തണലിലാണ് അവൾ വളർന്നത്. അവൾക്ക് 18 പൂർത്തിയായ ദിവസം മുത്തശ്ശിയും പോയി. അതോടെ പാവം അവൾ തനിച്ചായി. 3 ആളും പോയത് ശിവഭദ്രയുടെ ജാതകദോഷമാണെന്നും പറഞ്ഞ് അടുത്ത ബന്ധുക്കളൊക്കെ അവളെ കൈയൊഴിഞ്ഞപ്പോൾ മനക്കലെ ലക്ഷ്മിയമ്മയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശിവേ, നല്ല മഴക്കോളുണ്ട്. വിരിച്ചിട്ട് തുണിയെടുത്തില്ലല്ലോ. ദാ വരണോ. ഉമ്മറത്തുനിന്ന് ലക്ഷ്മിയമ്മയുടെ നീട്ടിയുള്ള വിളികേട്ട് വെയിൽ കൊള്ളാനിട്ടിരുന്ന വിറക് വേഗം തന്നെ വിറകുപുരയിലേക്ക് വെച്ചുകൊണ്ട് ശിവഭദ്ര ഉമ്മറത്തേക്ക് ചെന്നു. ആരാ ഇപ്പോൾ ഈ നേരത്ത്? അയയെ വിരിച്ചിട്ട് തുണിയെടുക്കുമ്പോൾ ഒരു കറുത്ത ബെൻസുകാർ പടിപ്പുര കടന്നു വരുന്നത്. ഈശ്വര, എൻ്റെ കിച്ചേട്ടൻ. മുടിയൊക്കെ ഒന്ന് ഒതുക്കി സ്പെക്സും ശരിയാക്കി വെച്ച് ഗൗതംകൃഷ്ണൻ ഇറങ്ങി വരുന്നത് കണ്ടതും ശിവഭദ്രയുടെ മുഖം തിളങ്ങി. അവളുടെ ഉള്ളം പ്രണയത്താൽ പൂത്തു. അടിവയറ്റിൽ എന്തൊക്കെയോ ആളിപ്പടരും പോലെ. ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് അവനെ നോക്കി നിന്നുപോയി പെണ്ണ്. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും ഡോർ തുറക്കുന്ന ശബ്ദം. കിച്ചനെ പിന്നിട്ടുകൊണ്ട് പെണ്ണിൻ്റെ മിഴികൾ വീണ്ടും ആ കറുത്ത കാറിലേക്ക് നീണ്ടു. മുട്ടിൻ്റെ മേൽ മാത്രം ഇറുക്കമുള്ള ഇറുക്കിയ ഡ്രസ്സുമിട്ട്
മറുവശത്തെ ഡോർ തുറന്നുറങ്ങിയ പെണ്ണിനെ കണ്ടതും ശിവഭദ്രയുടെ മുഖം വാടി. ഒറ്റയെടുപ്പ് പോലെ എന്തോ ഇട്ടിരിക്കുന്നു. ശരീരം അവിടവിടമാകെ കാണാം. ചുണ്ടി ചായം പുരട്ടി കൈയില്ലാത്ത ഉടുപ്പ് വിട്ട് കക്ഷവും കാണിച്ച് നടന്നു വരുന്ന മാതാമ. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. അടിവയറ്റിൽ പൂത്ത തിരകൾ എവിടെയൊക്കെയോ പോയി ഒളിച്ചു. കണ്ണ് നിറച്ച് നിൽക്കുന്നവളെ ഗൗതം കണ്ടെങ്കിലും മുഖത്തൊരു കള്ളച്ചിരി വിരിയിച്ച് അവൻ ഉമ്മറത്തേക്ക് കയറി. അച്ചമ്മയെന്ന് വിളിച്ച് ഓടിച്ചെന്നിട്ട് ലക്ഷ്മിയമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പം അയലത്തെ കല്യാണി പറഞ്ഞൊക്കെ സത്യമാണല്ലേ? കിച്ചേട്ടൻ ഏതോ മാതാമ്മയുമായി അടുപ്പത്തിലാണെന്ന്. അല്ലെങ്കിൽ ഞാനാ പൊട്ടി. മനക്കലെ കൊച്ചു തമ്പുരാൻ പഞ്ചാര വാക്കും പറഞ്ഞ് മോഹിപ്പിച്ചപ്പോൾ അടുക്കളക്കരിയാണെന്ന് പോലും ഓർക്കാണ്ട് ഒക്കെ വിശ്വസിച്ച് ഞാനാ പൊട്ടി. ഒക്കെ എൻ്റെ തെറ്റാ. കണ്ണുകൾ തുടച്ചുകൊണ്ട് നനഞ്ഞ തുണിയും കൊണ്ട് പിന്നാമ്പുറത്തുകൂടി ശിവഭദ്ര അടുക്കളയിലേക്ക് പോയി. ശിവേ, മോളെ 2 ഗ്ലാസ് ജ്യൂസിങ് എടുത്തേ. എൻ്റെ കിച്ചൂട്ടം വന്നു കേട്ടോ. ഒപ്പം കൂട്ടുകാരിയും വന്നിട്ടുണ്ട്. ലക്ഷ്മിയമ്മയുടെ ശബ്ദം. ആ, ഇപ്പം കൊണ്ടുവരാം, അവൾ വിളിച്ചു പറഞ്ഞു. മോളെ, പെട്ടെന്നായിക്കോളൂ കേട്ടോ, കുട്ടികൾ മടുത്തു. ആ കൂട്ടുകാരി ഒരുപാട് മടുത്തുപോയി. രാധമ്മ ഉമ്മർത്തൂന്ന് അടുക്കള നോക്കി പറഞ്ഞതും ശിവ രാവിലെ തൊടിയിലെ മൂവാണ്ടൻ മാവിൽ നിന്നും വാസോട്ടം പറിച്ചു തന്ന നല്ല മുഴുത്ത 2 മാങ്ങയെടുത്തു. ലക്ഷ്മിയമ്മയുടെ മരുമകളാണ് രാധ. 4 ആൺമക്കളാണ് ലക്ഷ്മിയമ്മയ്ക്ക്. 4 ആളും വിദേശത്താണ്. 3 പേരുടെയും ഭാര്യമാരും കുട്ടികളും അവർക്കൊപ്പമാണ്. ഇളയ മകൻ്റെ ഭാര്യയായ രാധ മാത്രമാണ് ലക്ഷ്മിയമ്മയുടെ ഒപ്പം ഉള്ളത്. രാധമ്മയുടെ ഏക സന്തതിയാണ് ഗൗതം കൃഷ്ണ. പിന്നൊരു കൂട്ടുകാരി. ഏതോ മദാമ്മ കൊച്ചിനെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ലെന്ന് അവൻ്റെ വിചാരം. ശിവഭദ്ര അവളുടെ മനസ്സിലെ സങ്കടവും ദേഷ്യവും അടുക്കളയിലെ പാത്രങ്ങളോട് തീർത്തുകൊണ്ട് കുടിക്കാനുള്ളതുണ്ടാക്കി അതുമായി ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്തെ ആട്ടുകട്ടിലിൽ ആടിയിരിപ്പാണ് ഗൗതവും ആ മദാമ്മ കൊച്ചും. തൊട്ടപ്പുറത്ത് സോപാനത്തിൽ ലക്ഷ്മിയമ്മ ഇരിപ്പുണ്ട്. രാധമ്മ ഉമ്മറപ്പടിയിലും. ദാ ജ്യൂസ്. ഇഷ, ദിസ് ഈസ് മൈ കസിൻ ശിവഭദ്ര. ശിവ മദാമ്മ കൊച്ചിന് ജ്യൂസ് കൊടുക്കാനായി ചെന്നതും ഗൗതം ശിവയെ അവൾക്ക് പരിചയപ്പെടുത്തി. ഹലോ ശിവ, ഐ എം ഇഷ. നൈസ് ടു മീറ്റ് യു. ഇഷ ശിവയ്ക്ക് നേരെ കൈനീട്ടി. കയ്യിൽ ജ്യൂസ് ട്രേ ഉള്ളതിനാൽ അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ഹലോ പറയുന്നതിനൊപ്പം ജ്യൂസ് ഇഷയ്ക്ക് കൊടുത്തു. താങ്ക്സ് ശിവ, താങ്ക് യു സോ മച്ച് മൈ ഡിയർ. ഓ, അവളുടെ ഒരു താങ്ക്സ്. ആർക്ക് വേണോ അതൊക്കെ? ഒരു വളിച്ച് ഇംഗ്ലീഷും കൊണ്ട് വന്നിരിക്കുന്നു. എങ്ങും ഇല്ലാത്ത പോലെ. ചുണ്ടുകൾ കൊട്ടി ശിവ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. അവളുടെ കുശുമ്പും ദേഷ്യവും ഒക്കെ കണ്ട് ഗൗതംകൃഷ്ണൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഒരു കള്ളച്ചിരി ചിരിക്കുന്നുമുണ്ട്. മോളെ, നമ്മുടെ മൂവാണ്ടമ്മാവിന്ന് പഴുത്ത കുറച്ച് മാമ്പഴം എടുപ്പിക്കണം. കിച്ചൂട്ടന് മാമ്പഴപ്പുളിശ്ശേരി കൂട്ടാൻ കൊതിയായി എന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറയുന്ന കേട്ട് തൊഴുത്തിൻ്റെ അരികെ നിൽക്കുമായിരുന്ന ഭദ്ര ഒന്ന് തലകുലുക്കി. നന്ദിനി പശുവിന് വൈക്കോലിട്ട് കൊടുത്തിട്ട് അവളുടെ നെറ്റിയിൽ വെറുതെ തലോടി നിൽക്കുവാണ് ഭദ്ര. അത് ആസ്വദിച്ചെന്നോണം നന്ദിനി അനങ്ങാണ്ട് അവളോട് ചേർന്ന് നിൽപ്പുണ്ട്. കാണാരം വന്നു തോന്നു, അങ്ങോട്ട് ചെല്ലുകുട്ടിയെ, ലക്ഷ്മിയമ്മ പറഞ്ഞതും നന്ദിനി ഒന്നുകൂടൊന്ന് തടവിയ ശേഷം അവൾ മാവിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. നേരെ ചെന്നുപെട്ടത് കിച്ചോട്ടൻ്റെ മുമ്പിലേക്ക്. മുറ്റത്ത് നിൽക്കുന്ന ചെമ്പകവും പിച്ചിയുമൊക്കെ ഇഷയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇംഗ്ലീഷിലാണത്ര ഇരുവരുടെയും സംസാരം. 2 ആളും കുട്ടി നിക്കറും ബനീനും ഇട്ടുകൊണ്ടാണ് നിൽപ്പ്. പരിഷ്കാരം ഒപ്പം അഹമ്മദിയും ധിക്കാരും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട. എൻ്റെ ഭഗവാനെ, നീ തന്നെ തുണ. പിറുപിറുത്തുകൊണ്ടാണ് അവളുടെ പോക്കെങ്കിലും കിച്ചൻ പെണ്ണിൻ്റെ പദം പറിച്ച് ശരിക്കും കേട്ടിരുന്നു. നല്ല പഴുത്ത മാമ്പഴമെടുത്ത് വാസനിച്ച് നോക്കുകയാണ് ഭദ്ര. ഇത് മതിയോ മോളെ? കാണാരേട്ടൻ ചോദിച്ചതും മതിയെന്ന് അവൾ ഉച്ചത്തിൽ അയാളോട് വിളിച്ചു പറഞ്ഞു. ഒരു കുട്ട നിറയെ മാമ്പഴവുമായിട്ട് ഉമ്മറത്തേക്ക് വരുന്ന ഭദ്രയെ ഇഷ കണ്ണെടുക്കാണ്ട് നോക്കി നിന്നു. ഡി, ഒരെണ്ണം ഇയാൾക്ക് കൊടുക്ക്, ഗൗരവത്തി കിച്ചോട്ടൻ പറഞ്ഞതും ഭദ്ര മാമ്പഴക്കൂട്ട ഇഷയുടെ നേർക്ക് നീട്ടി. ഇത് കഴിക്കേണ്ട വിധമൊക്കെ എങ്ങനെയാണെന്ന് മദാമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കും മോനെയെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. കണാരേട്ടൻ മാവിൻ്റെ ചില്ലയിലൂടെ ഊർന്ന് താഴോട്ടിറങ്ങുകയാണ്. അമ്മയും രാധമ്മയൊക്കെ അവരുടെ സംസാരം കേട്ട് ചിരിക്കുന്നുണ്ട്. പരിഷ്കാരികൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചു ആവും.
ഭദ്ര അടുക്കളയിലേക്ക് കയറിപ്പോയി. മാമ്പഴ പുളിശ്ശേരിയും വരിക്കച്ചക്കയുടെ മൂത്ത ചക്കക്കുരു എടുത്ത് നാളികേര കൊത്തിട്ട് മെഴുക്കുപുരട്ടി വെച്ചതും പള്ളത്തി വറുത്തതും പച്ച ചീര തോരൻ വെച്ചതും ഒക്കെ കൂട്ടി മദാമ്മയും കിച്ചേട്ടനും ആസ്വദിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് അടുക്കള കോലായുടെ അകത്തളത്തിലേക്ക് നോക്കി ഭദ്ര കാണുന്നുണ്ടായിരുന്നു. കഴിക്കുന്ന കഴിപ്പ് കണ്ടില്ലേ? ദുഷ്ടൻ, വഞ്ചകൻ. അല്ലേലും താൻ വെറും ഒരു ബാല്യക്കാരി പെണ്ണ്. മോഹിപ്പിച്ചപ്പോൾ ഒക്കെ വിശ്വസിച്ചു പോയി. മോഹിച്ചു പോയതും തെറ്റ് തന്നെയാണ്. തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അടിച്ചു തള്ളിക്കാരി കൊച്ചമ്മയാകാൻ മോഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓർത്തുകൊണ്ട് പിന്നാമ്പുറത്ത് വെറുതെ ഇരിക്കുവാണ് പെണ്ണ്. ഭദ്ര, മോളെ മഴയ്ക്കാണെന്ന് തോന്നുന്നു. ആ തുണിയേക്ക് ഒന്നെടുക്കുമോ? രാധമ്മ വിളിച്ചു ഒതിച്ചതും ചാടി പിരണ്ട് എഴുന്നേറ്റവൾ ഓടി. ശിവ. അലക്കി ഉണങ്ങിയ തുണികൾ അലമാരയിൽ മടക്കി വെക്കുകയാണ് ശിവ. നാളെ താൻ ടെമ്പിളിൽ പോകുമ്പോൾ ഞാൻ കൂടെ വരുന്നുണ്ട് കേട്ടോ. വാതിക്ക നോക്കിയതും മദാമ്മ. എൻ്റെ കൃഷ്ണ, മദാമ്മ കൊച്ചു മലയാളം പറയുന്നോ? എനിക്ക് തോന്നിയതല്ല എൻ്റെ കൃഷ്ണ. ശിവ, താൻ എന്താ തിങ്ക് ചെയ്യുന്നത്? ഞാൻ മലയാളം സ്പീക്ക് ചെയ്തുകൊണ്ടാണോ? ശിവയുടെ അന്തം വിട്ടുള്ള നിൽപ്പ് കണ്ടാവാം ആ കൊച്ചങ്ങനെ ചോദിച്ചത്. അവൾ അതിനൊന്ന് ഇളിച്ചു. എനിക്ക് മലയാളം അറിയാം. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ US-ലാണെങ്കിലും പപ്പയും അമ്മയൊക്കെ മലയാളീസാണ്. ഓക്കെ ഡിയർ, ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നാളെ പരിചയപ്പെടാം. കിച്ചു റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ് ഡിയർ. ശിവയ്ക്കൊരു ഫ്ലൈയിങ് കിസ് നൽകിക്കൊണ്ട് അവൾ നാണത്തോടെ ഓടി. അയ്യേ, നാണോ മാനോ ഇല്ല കുട്ടിക്ക്. എന്താ കുട്ടി കാട്ടിയിട്ട് പോയത്? ഫ്ലൈയിങ് കിസ്സൊക്കെ തരാമെന്ന് വെച്ചാൽ? ചേച്ചി, അമേരിക്കയിലൊക്കെ വളർന്നതിൻ്റെ ഓരോരോ പരിഷ്കാരങ്ങളെ. അല്ല, ആ കുട്ടി ഇപ്പം എന്താ പറഞ്ഞിട്ട് പോയേ? എൻ്റെ കൃഷ്ണ, കിച്ചേട്ടൻ കാത്തിരിക്കുമെന്നല്ലേ? അയ്യേ, ഇവരൊരു റൂമിലാണോ കിടക്കുന്നത്? കല്യാണം പോലും കഴിയാതെ. ശിവ ശബ്ദമുണ്ടാക്കാതെ അവൾക്ക് പിറകെ പോയി. ഞാൻ ആ കുട്ടിക്ക് തെക്കനിയിലെ റൂം വൃത്തിയാക്കി ഇട്ടതാണല്ലോ. അവിടെ ഇങ്ങനെ കിടന്ന പോരെ? ഇഷ ഗൗതമിൻ്റെ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട് ശിവ പിറുപിറുത്തു. ഗൗതമിൻ്റെ റൂമിൽ നിന്നും അവൻ്റെയും ഇഷയുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള വർത്താനം കേൾക്കാം. ശിവ അതെന്താണെന്നറിയാനായി ചെവിയോർത്ത് ഗൗതമിൻ്റെ റൂമിനെ ചുറ്റിപ്പറ്റി നിന്നു. ഒന്നും കേൾക്കാനും വയ്യല്ലോ എൻ്റെ കൃഷ്ണ. കേൾക്കാൻ പാകത്തിന് സംസാരിച്ചൂടെ? ശിവ കലിതുള്ളി റൂമിലേക്ക് നടന്നു. പാതി ചാരിയ വാതിൽ വിടവിലൂടെ ഗൗതം അവളുടെ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുന്നുണ്ട്. എൻ്റെ കൃഷ്ണ, ആ കുട്ടിയും കിച്ചേട്ടനും ഒന്നിച്ചാണോ കിടന്നിട്ടുണ്ടാവുക? ഉറക്കം വരാതെ ശിവ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒന്ന് നോക്കിയിട്ട് വന്നാലോ? എല്ലാവരും ഉറങ്ങിയോ ആവോ? ഏയ്, അല്ലെങ്കിൽ വേണ്ട. ആരേലും കണ്ടാൽ മോശമല്ലേ? ശിവ കട്ടിലിൽ ചെന്ന് മൂടി പുതച്ച് കണ്ണടച്ച് കിടന്നു. നേരം കുറേ എടുത്തൊന്ന് ഉറങ്ങാൻ. എപ്പോഴോ പെണ്ണ് നിദ്രയിലേക്ക് പോയി. ശിവ, എണീറ്റേ, നമുക്ക് പോകാം. എൻ്റെ കൃഷ്ണ, ഇതാരാ? ഞാൻ സ്വപ്നം കാണുമൊന്നുമല്ലല്ലോ. ശിവ കണ്ണുകൾ തിരുമ്മി ഒന്ന് നോക്കി. രാവിലെ അമ്പലത്തിൽ പോവാനായി കുളിച്ചൊരുങ്ങി സെറ്റ് സാരിയും ചുറ്റി വന്നതാണ് ശിവ. ദേ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ മദാമ്മ കൊച്ച്. നല്ല ഭംഗിയിൽ സെറ്റ് സാരിയൊക്കെ ഞൊറിഞ്ഞുടുത്ത് തലേ മുല്ലപ്പൂവൊക്കെ ചൂടി നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് നല്ല അസലും മലയാളി ലുക്കിൽ. ഇന്നലെ തുണി തികയാത്ത പോലെ കുട്ടിയെടുപ്പ് ഇട്ടുകൊണ്ട് വന്ന് കയറിയ പെണ്ണാ ഇപ്പതാ ഈ തനി മലയാളി ലുക്കിൽ നിൽക്കണത്. ഭദ്രേ, ആ വാ ഇടയ്ക്ക് ഈച്ച വലതും കയറിപ്പോകും. അവിടേക്ക് കടന്നു വന്ന ഗൗതം ആ നിൽപ്പ് കണ്ട ശിവയുടെ തലയിൽ ഒരു തട്ട് കൊടുത്തു. ഇഷ, പോകാൻ പാടോ? ഗൗതം പറഞ്ഞതും ഇഷ വീണ്ടും അവളെ നോക്കി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇഷ, നിൽക്ക്, ഞാനും ഉണ്ട്. പെട്ടെന്ന് അവൾ ചാടി പുരണ്ട് എണീറ്റു. എന്നിട്ട് ഉടുത്തു മാറാനുള്ള തുണിയും എടുത്ത് വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ ഇഷ അവളെ കാത്തു നിൽക്കുന്നു. പോകാം? ഇഷ ചോദിച്ചതും ശിവ തലകുലുക്കി. ലക്ഷ്മിയമ്മയോടും രാധമ്മയോടും യാത്ര പറഞ്ഞുകൊണ്ട് രണ്ടാളും പടിപ്പുര കടന്ന് അമ്പലത്തിലേക്ക് പോയി. പാടവും നെല്ലും കതിരും കുരുവിയും കശുമാവും ഒക്കെ കണ്ടുകൊണ്ട് ഇഷ ശിവയുടെ കൂടെ നടന്നു. അല്ല ശിവ, എനിക്കൊരു സംശയം. അമ്പലത്തിലേക്കുള്ള വഴിയിലാണ് രണ്ടാളും. എന്താ? ശിവയുടെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല.
കാവിലെ ദേവിക്ക് നമ്മുടെ കൈകൊണ്ട് എന്നെ തുളസിമാല ഉണ്ടാക്കി ചാർത്തിയായി. നമ്മുടെ മനസ്സിൽ നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് കേട്ടു. അത് സത്യമാണോ? നടക്കും. ഇഷ ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ പൊരുൾ ശിവയ്ക്ക് നന്നായി തന്നെ അറിയാവുന്നതുകൊണ്ട് ശിവയുടെ ഓരോ മറുപടിയും കടുപ്പിച്ചാണ്. ശിവ അങ്ങനെ എന്തെങ്കിലും ദേവിയോട് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു മോഹമുണ്ട്. നമുക്ക് നാളെ ഒന്ന് തുളസിമാല ഉണ്ടാക്കിപ്പോയി ദേവിയോട് ചോദിച്ചാലോ? ഞാനില്ല, ഇയാൾക്കല്ലേ മോഹം. അതിന് ഞാനെന്തിനാ ദേവിക്ക് മാലയിടുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. നീ കൂടി വാ എൻ്റെ ശിവക്കുട്ടി. ശിവ കടുപ്പിച്ചൊന്ന് മൂളി. നേരം വെളുക്കും മുമ്പുള്ള പതിവ് നീരാട്ടം കഴിഞ്ഞ് കുളപ്പടവിലേക്ക് കയറിയതും മുന്നിൽ ദേ നിൽക്കുന്നു സാക്ഷാൽ മനക്കലെ ഗൗതം കൃഷ്ണ. ലോഹ്യം പറയാൻ വന്നാവൂ. ഇനി അതിന് ഈ ശിവഭദ്രയെ കിട്ടില്ല. കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരു മദാമ കൊച്ച്, അതിനോട് പോയി കിന്നാരം പറയട്ടെ. ശിവഭദ്ര മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് മുഖം കനപ്പിച്ച് കുളപ്പുരയിലേക്ക് നടന്നു. ഭദ്രക്കൊച്ച് കോപത്തിലാണെന്ന് തോന്നുന്നു. ഗൗതം കുളപ്പടവിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് മുമ്പിൽ തടസ്സമായി നിന്നു. മാറി നിന്നേ, എനിക്ക് പോണം. ഇങ്ങോട്ട് എൻ്റെ ഭദ്രക്കുട്ടിയെ ഇത്ര ധൃതിപ്പെട്ട്. എനിക്ക് കണ്ട മദാമ കൊച്ചുങ്ങളെ പോലെ കിന്നാരം പറയുന്നത് നേരല്ല. അടുക്കള പണിപ്പതി ജോലി കിടക്കണം. എൻ്റെ ഭദ്രേ, നീ ഈ ഉണ്ടക്കവളം വീർപ്പിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ദേ ഇങ്ങനെ കടിച്ച് തിന്നാനാ തോന്നണത്. എൻ്റെ കൃഷ്ണ, എന്താപ്പം ഉണ്ടായേ? ഞാൻ വല്ല പകൽക്കിനാവും കണ്ടതാണോ? ഗൗതം ചുവന്നു തൊടുത്ത ശിവയുടെ കവളിൽ കടിച്ച് പടവുകൾ ഓടിക്കയറിപ്പോയെങ്കിലും ശിവ അവൻ്റെ പല്ലുകൾ പതിഞ്ഞിടത്തേക്ക് കയ്യും വെച്ച് നിൽക്കുവാണ്. ശിവേ കാവിൽ പോവാനായി ശിവയെ തിരിഞ്ഞിറങ്ങിയതാണ് ഇഷ. അവൾ കണ്ട കാഴ്ചയോ കുളപ്പടവിൽ കവളിൽ കയ്യും വെച്ചിരിക്കുന്ന ശിവഭദ്രയെ. അല്ല, എന്ത് നിപ്പാ കൊച്ചേ, പകൽക്കിനാവ് കാണാണോ? കാവിൽ പോണ്ടേ? ഇഷ അവളുടെ മുമ്പിൽ വന്ന് അവളെ ഒന്ന് തൊട്ടപ്പോഴാണ് പെണ്ണ് സ്വബോധത്തിലേക്ക് വന്നത്. എൻ്റെ ദേവിയെ, ഞാനിന്ന് നിന്നോടൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കാത്തതല്ല, അങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഭേദം. പക്ഷെ ഇന്നെൻ്റെ മനസ്സിലൊരു മോഹമുണ്ട്. കിച്ചേട്ടൻ്റെ പെണ്ണാവണമെന്ന്. ലക്ഷ്മിയമ്മയുടെയും രാധമ്മയുടെയും കുട്ടിയായി എന്നും ആ വീട്ടിൽ തന്നെ കഴിയണമെന്ന്. ആഗ്രഹിക്കാൻ പാടുണ്ടോയെന്നറിയില്ല. അടുക്കളക്കാരിയായ ഈ പൊട്ടിപ്പെണ്ണ് മനക്കിലെ കൊച്ചു തമ്പുരാനെ. എന്നാലും ആഗ്രഹിച്ചു പോവാ. കാവിൽ ചെന്ന് ദേവിക്ക് തുളസിമാല ചാർത്തി കൈ കൂപ്പി നിന്നു. അതേ പ്രാർത്ഥന തന്നെയായിരുന്നു ഇഷയിലും. ശിവേ, വിളക്ക് വെക്കാൻ നേരായില്ലേ കുട്ടിയെ? ആ വരണേ ലക്ഷ്മിയമ്മേ. അകത്തു നിന്നുള്ള ലക്ഷ്മിയമ്മയുടെ വിളികേട്ട് ശിവ വേഗം അയയിൽ നിന്നും ഉണങ്ങാനിട്ട തുണികളും എടുത്തു വെച്ച് വിളക്കുമായി ഉമ്മറത്തേക്ക് ചെന്നു. കിച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ, പറഞ്ഞോളൂ. ഹാളിലെ ആട്ടുകട്ടിലിൽ ഇരിക്കുകയാണ് ഇഷയും ഗൗതവും. ഗൗതം കാര്യമായ വായനയിലാണ്. തല ഉയർത്താതെ തന്നെയാണ് അവൻ ഇഷയ്ക്ക് മറുപടി നൽകിയത്. നാളെ എൻ്റെ പപ്പ നാട്ടിൽ വരും, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ. എന്താ? ഗൗതം തലയുയർത്തി നോക്കി. ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യം. പപ്പ പറഞ്ഞു ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് മോതിരമാറ്റം നടത്താമെന്ന്. നാളെ ഇവിടെ വന്ന് ലക്ഷ്മിയമ്മയോടും രാധമ്മയോടും സംസാരിക്കാം. എൻ്റെ കൃഷ്ണ, ഞാൻ എന്തൊക്കെയാണ് കേട്ടത്? കിച്ചേട്ടനും ആ കുട്ടിയും തമ്മിൽ അപ്പോൾ ഇഷ്ടത്തിലാണോ? കിച്ചേട്ടൻ പറ്റിച്ചതാണോ? ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. നാമജപവും പ്രാർത്ഥനയും കഴിഞ്ഞ് വിളക്കുമായി പൂജാമുറിയിലേക്ക് പോവാണ് ശിവ. എന്തിനാ നീ എന്നെ വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കണത്? വേണ്ടാന്ന് വെക്കും തോറും വീണ്ടും ഓരോ മോഹങ്ങൾ എൻ്റെ മനസ്സിലിട്ട് തരുന്നത് നീ തന്നെയല്ലേ? എനിക്കുള്ളതാണെങ്കിൽ പിന്നെന്തിനാ വീണ്ടും എന്നെ മോഹിപ്പിച്ചത്? മുടങ്ങാതെ നിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ തിരിതെളിയിക്കുന്നതിനാണോ? ശിവ കണ്ണുകളടച്ച് കൃഷ്ണൻ്റെ മുമ്പിൽ പരിഭവം പറഞ്ഞു. ഒക്കെ കേട്ടുകൊണ്ട് കള്ളക്കണ്ണൻ അപ്പോഴും
ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പുഞ്ചിരി തൂകി നിൽപ്പുണ്ടായിരുന്നു. തുടരും.